ഹായ് ഫ്രണ്ട്സ്, പുറത്തെ പണിയൊക്കെ കഴിഞ്ഞ് കോഴിയുടെയും പശുവിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറി വന്ന കേട്ടോ. കയറി വന്ന വഴിക്ക് നല്ല അടിപൊളിയായിട്ടൊരു പഴങ്ങിഞ്ഞി അങ്ങോട്ട് സെറ്റാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് 12 മണിയായിക്കിട്ട് നട്ടുച്ച വെയിലത്ത് നല്ല തണുത്ത പഴങ്ങിഞ്ഞി കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ, ഒന്ന് വേറെയാണ് കേട്ടോ. അപ്പം വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ശരീരം തണുക്കി ഇച്ചിരി ചൂട് സമയത്ത് പഴങ്ങിഞ്ഞുണ്ട്. എനിക്ക് പനിയൊക്കെ എന്നാലും വേണ്ടുമല്ല, ഞാൻ ഇച്ചിരി പഴങ്ങിഞ്ഞി അങ്ങോട്ട് കുടിക്കാൻ പോവാം. നല്ല നെല്ലിക്ക അച്ചാറ്, ചക്ക വേവിച്ചത്, അതിൻ്റെ കൂടെ അടിപൊളി എന്താ പറയുന്നേ, മോര്, നല്ല ഇഞ്ചിയും മുളകും ഒക്കെ ചതച്ചിട്ട മോരാ കേട്ടോ. മോരുണ്ട്, പിന്നെ നല്ല സാമ്പാർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സാമ്പാറല്ല, ഇത് രസമാണ് കേട്ടോ. രസം, തലേദിവസത്തെ ഇച്ചിരി രസം, കുരുമുളകും ഇഞ്ചിയും എല്ലാം ചേർന്ന രസം. പനിക്ക് അടിപൊളിയല്ലേ, സൂപ്പറല്ലേ, അതിനാണ് ആ രസം ഒഴിച്ചു കൊടുത്തത്. രാവിലത്തെ ഇഡലിയുടെ സാമ്പാർ ഇത്തിരി ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ എന്താ പറഞ്ഞേ, സാമ്പാറൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ചേർത്ത് ഇളക്കി അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കണം നമുക്കല്ലേ. അതിൻ്റെ കൂടെ ഒരു ചുമന്നുള്ളി, സൗണ്ടിൻ്റെ പ്രശ്നം വരുന്നുണ്ട്, കാന്താരി, ശ്വാസം മുട്ടുന്നു, പനിയുണ്ട്. നല്ല അയിലക്കറി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി അയില. ഇന്ന് അനുവേട്ടൻ ചന്തയ്ക്ക് പോയപ്പം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അയിലക്കറിയുണ്ട്. അയിലയും ഒക്കെ ചേർത്ത് നമ്മളിപ്പോൾ ഒരു പിടി അങ്ങ് പിടിക്കും മക്കളെ. ഒന്നൊന്നര പിടിയാണത്. എന്തോ ശരീരത്തിന് എന്ത് സുഖമാണെന്നറിയാം. ആ ഉള്ളിയും ഇതെല്ലാം കൂടെ നല്ല രീതിയിലുണ്ടാ ഇങ്ങോട്ട് കുഴയ്ക്കണം. കുഴച്ച് ആ ഇങ്ങോട്ട് ആ ചുമന്നുള്ളിയൊക്കെ എടുത്ത് അങ്ങോട്ട് പൊട്ടിക്കണം. അതിനകത്ത് ഇങ്ങോട്ട് ഒട്ടച്ച് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് അങ്ങോട്ട് കഴിക്കണം. കാന്താരി എല്ലാം ഞെരടി പൊടിച്ച്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളെന്നെ കളിയാക്കരുത്, ഇവർക്ക് തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ ചിന്തയെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ ഇതൊരു വേറൊരു സുഖം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മൾ കൈയിട്ട് ഇങ്ങനെ വിരകുന്നൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ഇതിങ്ങനെ കഴിച്ചാലേ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു രുചി അങ്ങോട്ട് വരത്തുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കിയ ചക്കയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാന്താരിയൊക്കെ അങ്ങോട്ട് ഒട്ടയ്ക്കണം, നല്ല ശരിക്കും അങ്ങോട്ട് ഒട്ടയ്ക്കണം. ഒട്ടച്ച് ആ എരിവൊക്കെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് കട്ടിക്കണം. അങ്ങോട്ട് വാരി പഴുകിഞ്ഞ് കുടിക്കുമ്പോൾ ആ എരിവൊക്കെ നമുക്കങ്ങോട്ട് എന്താ പറയുക വായിൽ വരണം. എങ്കിലേ ആ ഒരു എന്താ പറയുക ആ ഒരു രസം കിട്ടത്തുള്ളൂ പഴകിഞ്ഞ് കുടിക്കുന്നതിൻ്റെ. അപ്പം വെളിയിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് വന്ന് ഞാൻ കണ്ടോ കാന്താരിയൊക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു പഴകിഞ്ഞ്. എൻ്റെ പൊന്ന് ശിവനേ, ഇതിൻ്റെ സുഖമൊന്നും വേറെയാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ തീറ്റ പ്രാന്തിന്ന് വിളിക്കുന്നവരൊക്കെ അവിടെ ഇരുന്ന് വിളിച്ചോ, ഞാൻ കഴിക്കുന്നതാ. ഇതാണ് സുഖം കഴിക്കാൻ. അതിന് പകരം ഇച്ചിരി ഇഡലി സാമ്പാറും കഴിച്ചാൽ ഈ സുഖം കിട്ടില്ല.